ഹൈപ്പർസ്റ്റേണിംഗ് സൊല്യൂഷന്റെ ലളിതം മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസിലെ 10ാമത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. ആദ്യത്തെ 5 ടോപ്പിക്ക് ഫസ്റ്റ് സെഷൻ ആയിട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ സെഷനിൽ നമ്മൾ 5 ടോപ്പിക്കാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിലെ 5ാമത്തെ ടോപ്പിക്ക് മൊത്തം നമ്മൾ 10 ടോപ്പിക്കാണ് ഇതിനടക്കം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. മുൻകാല ചോദ്യങ്ങളായിരുന്നു മുഴുവൻ നമ്മൾ ചെയ്തത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ ഇന്ന് ഏതാണ് ടോപ്പിക് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഏത് ടോപ്പിക് ഇന്ന് ഡിസ്കസ് ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഏത് ടോപ്പിക് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക എന്നുള്ളത്. ഏതാണ്? യെസ്, ശ്രീലക്ഷ്മി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് നോവലാണ്. അപ്പൊ നോവലുകളെ മുൻനിർത്തിക്കൊണ്ട് നെറ്റ്, സെറ്റ്, കേട്ടറ്റ്, HSST തുടങ്ങിയ പരീക്ഷാ പേപ്പറുകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്തുക. അപ്പൊ നോവലുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചു വെക്കേണ്ടത്? നോവലുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്? ഏതൊരു വട്ടം ക്ലാസ് തുടങ്ങുമ്പോഴും നമ്മൾ പറയാറുള്ളത് എന്താണ്? എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് കാര്യങ്ങൾ എന്നല്ലേ നമ്മൾ പറയാറ്. അപ്പൊ നോവൽ എന്നുള്ള മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം ഒന്ന് പറഞ്ഞേ. നോവലിന് മുന്നത്തെ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും? പറയൂ വേഗം. നോവലിനെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെയെല്ലാം ചോദ്യങ്ങൾ വരാം? കാലഘട്ടം ചോദിക്കാം, ഭാഷ മുൻനിർത്തി ചോദ്യങ്ങൾ വരാം, നോവൽ പഠനങ്ങള്, കഥാപാത്രം, കൃതികർത്താവ്, എഴുത്തുകാര്, നോവലിലെ വരികള്, കഥാപാത്രം. പിന്നെ എങ്ങനെയെല്ലാം നോവലിനെ മുൻനിർത്തിക്കൊണ്ട് ചോദ്യങ്ങൾ വരാമെന്നാണ് പറയുന്നത്. ആദ്യ സെന്റൻസ്, അതായത് ഇങ്ങനെ ആരംഭിക്കുന്ന നോവൽ ഏത്, ഇങ്ങനെ അവസാനിക്കുന്ന നോവൽ ഏത്, അത്തരത്തിൽ ചോദ്യം വരാറുണ്ട്. പിന്നെ സ്റ്റാർട്ട്, എൻഡ്, യെസ്, ഒടുക്കം, തുടക്കം എന്നിങ്ങനെ രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ കഥാപാത്രങ്ങളുടെ പേര് വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ യെസ്, ഇപ്പൊ നോവൽ എന്നുള്ള വിഭാഗത്തിലെ നോവൽ, കൃതി, കർത്താവ്, ഇന്ന നോവൽ എഴുതിയത് ആരാണ്, ദൈവത്തിന്റെ വികൃതികൾ എന്ന നോവൽ എഴുതിയത് ആരാണ്, ചോദ്യം വരാറുണ്ട് ഇല്ലേ? ദൈവത്തിന്റെ വികൃതികൾ എന്നുള്ള നോവൽ എഴുതിയത് ആരാ? ദൈവത്തിന്റെ വികൃതികൾ എന്നുള്ള നോവൽ എഴുതിയത് ആരാ? M. മുകുന്ദനാണ് അല്ലെ? അപ്പൊ നോവൽ, കൃതി, കർത്താവ് എന്നിങ്ങനെയുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. നോവൽ പ്രാരംഭഘട്ടം, ആധുനിക ഘട്ടം, നവോത്ഥാന ഘട്ടം, ആധുനിക ഘട്ടം, സമകാലിക നോവൽ എന്നീ മേഖലകളിൽ നിന്ന് നോവല്, കൃതി, കർത്താവ് ആ രീതിയിൽ ചോദ്യം വരാറുണ്ട്. പിന്നെ നോവലിന്റെ പശ്ചാത്തലം മുൻനിർത്തി ചോദ്യങ്ങൾ വരാറുണ്ട്. നോവലിന്റെ പശ്ചാത്തലം, ഇന്ന പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള നോവൽ ഏത്, അത്തരത്തിലുള്ള ചോദ്യം നമുക്ക് സാധാരണയായിട്ട് പേപ്പറിൽ വരാറുണ്ട്. ഇന്ന പശ്ചാത്തലത്തിൽ വരുന്ന, ഇപ്പൊ ഫ്രഞ്ചുകാർ മാഫി വിട്ടൊഴിഞ്ഞതിന് ശേഷമുള്ള കൊച്ചു ജീവിതത്തിന്റെ സാമൂഹിക ജീവിതം വിവരിക്കുന്ന നോവൽ ഏത്, അത്തരത്തിലുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പശ്ചാത്തലം വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് വരാറുണ്ട്. അപ്പൊ നോവലിന്റെ പശ്ചാത്തലം എന്ത്, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും പരീക്ഷയ്ക്ക് കടന്നു വരാറുണ്ട്. പിന്നെ ഒന്ന് വരാറുള്ളത് നോവലിലെ കഥാപാത്രങ്ങളുടെ പേരെന്താണ് എന്ന രീതിയിൽ, ഇന്ന നോവലിലെ ഇന്ന കഥാപാത്രം ഏത് നോവലിലെ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനി നോവലിന്റെ ഉള്ളിൽ തന്നെ പരാമർശിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട വരികൾ, തുടക്കം, ഒടുക്കം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന്റെ സംഭാഷണം എന്ന രീതിയിൽ ഉള്ള വരികള് പലപ്പോഴും ചോദിക്കാറുണ്ട്. ആരാരോട് പറഞ്ഞു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ? അപ്പൊ നമ്മള് നോവല്, കൃതി, കർത്താവ് പറഞ്ഞു, നോവലിലെ പശ്ചാത്തലം പറഞ്ഞു, നോവലിലെ കഥാപാത്രം പറഞ്ഞു, നോവലിലെ വരികള്, ആരംഭം, സ്റ്റാർട്ട് ആൻഡ് എൻഡ് ചോദിക്കാറുണ്ട്. കാലഗണനാക്രമം അനുസരിച്ച്, പ്രസിദ്ധീകരിച്ച കാലഗണനാക്രമം അനുസരിച്ച് ക്രമീകരിക്കുക, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. നോവലിനെ മുൻനിർത്തിക്കൊണ്ട് പഠനം വന്നിട്ടുണ്ട്, അത് ചോദിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സാധാരണയായിട്ട് എല്ലാ പരീക്ഷകൾക്കും കോമൺ ആയിട്ട് ചോദിച്ചു കാണുന്നത്. അപ്പൊ ഏതൊക്കെ ഏരിയയെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമായി എന്ന് കരുതുന്നു. പിന്നെ
ദയുടെ ശ്രീലക്ഷ്മി കൂട്ടിച്ചേർക്കുന്ന പോലെ നോവല് ചില നോവലുകൾ സിനിമയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഏതൊക്കെ നോവലുകളാണ് സിനിമയായിട്ട് മാറ്റിയിട്ടുള്ളത്, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ സാധാരണയായിട്ട് വരാറുണ്ട്. അത് എന്താണ് നോവൽ എന്നുള്ള രീതിയിലും ചോദിക്കാം, സിനിമ എന്നതിനെ മുൻനിർത്തിക്കൊണ്ടും ചോദിക്കാം. അപ്പൊ നമ്മൾ സിനിമ എന്നുള്ള സെക്ഷൻ കൈകാര്യം ചെയ്ത സമയത്ത് ഒരുപാട് അത്തരത്തിലെ സാഹിത്യകൃതികളിൽ നിന്ന് മൂലരൂപ സ്വീകരിച്ചിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്. പിന്നെ നോവലിലെ സ്ഥലപ്പേരുകൾ മുൻനിർത്തിക്കൊണ്ട് മയ്യഴി, എം മുകുന്ദൻ, കൂടല്ലൂര്, അത്തരത്തിലുള്ള സ്ഥലങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ആരുടെയാണ്, ഏതാണ്, നീലഗിരി, അപ്പൊ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നോവൽ ഏതാണ്, പശ്ചാത്തലം ഏതാണ്, അങ്ങനെയും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഏതൊക്കെ മേഖലകളിലാണ് ചോദ്യങ്ങൾ വരാറുള്ളത് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. നോവലിനെ മുൻനിർത്തി ഏതൊക്കെ ഏരിയകളിലാണ് ചോദ്യങ്ങൾ വരാറുള്ളത് എന്നുള്ളത് മനസ്സിലായല്ലോ. ഏതൊരു ഭാഗം നമ്മൾ പഠിക്കാതിരിക്കുന്ന സമയത്തും അതിനെ മുൻനിർത്തി എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നതിനെ പറ്റി നമുക്ക് നല്ല ധാരണ വേണം. കടല് പോലെ പരന്നു കിടക്കുന്ന ഒന്നാണ് നോവൽ എന്നൊക്കെ പറയുന്നത്. ഇഷ്ടപ്രകാരം നോവലുകൾ പഠിക്കാറുണ്ട്. പക്ഷെ എങ്ങനെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡോട് കൂടി പഠിക്കാം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അപ്പൊ നോവലിനെ മുൻനിർത്തി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതൊരു വൈഡ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ കഥയ്ക്ക് ചെയ്ത പോലെ ആരംഭഘട്ടം, പ്രാരംഭഘട്ടം, അതുപോലെ തന്നെ അതിന്റെ വികാസം, നവോത്ഥാന ഘട്ടം, ആധുനിക ഘട്ടം, സമകാലിക നോവല് എന്നിങ്ങനെ ഒരു സെക്ഷനായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉപകാരപ്രദമാകും എന്നെനിക്ക് തോന്നുന്നു. അല്ലേ? അത് തന്നെയല്ലേ നല്ലത്? അവിടെ നിന്നും ഇവിടെ നിന്നുമുള്ള കുറെ ചോദ്യങ്ങൾ നോവലിന്റെ ഉള്ളിൽ നിന്ന് വിശദീകരിക്കുന്നതിനെക്കാട്ടും നല്ലത് ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ചോദ്യങ്ങളിലെ, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്താ വെച്ചാൽ ഈ ഏരിയയിൽ നിന്നുള്ള മാത്രമുള്ള ചോദ്യങ്ങൾ കണ്ടുപിടിക്കണം. എങ്കിൽ പോലും പഠിക്കുന്ന എക്സാം ഇത്ര അടുത്ത് വന്നു നിൽക്കുന്ന സമയത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും എന്ന് തോന്നിയത് കൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലെ നോവലിന്റെ പ്രാരംഭ ദശയിലെ നോവലുകളെ മുൻനിർത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നോവലിന്റെ പ്രാരംഭ ദശയിലെ പ്രധാനപ്പെട്ട കൃതികൾ. അപ്പൊ ഏതൊക്കെയാണ് നോവലിന്റെ പ്രാരംഭ ദശ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കൃതികൾ? അതിനു മുമ്പ് ഈ ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള റഫറൻസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഒന്ന്, മലയാള നോവൽ സാഹിത്യ ചരിത്രം. ആരുടെ പുസ്തകമാണ്? മലയാള നോവൽ സാഹിത്യ ചരിത്രം. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് പറയുന്നത്. മലയാള നോവൽ സാഹിത്യ ചരിത്രം. ആരുടെ കൃതിയാണ് മലയാള നോവൽ സാഹിത്യ ചരിത്രം? KM തരകന്റെ കൃതിയാണ് മലയാള നോവൽ സാഹിത്യ ചരിത്രം. മറ്റൊന്ന് നോവൽ സമീക്ഷ, എഡിറ്റർ വർക്കാണ്. നോവൽ സമീക്ഷ. നോവൽ സമീക്ഷ ആരുടെ പുസ്തകമാണെന്ന് അറിയാമോ? നോവൽ സമീക്ഷ. നോവൽ സമീക്ഷ ആരുടെ പുസ്തകമാണെന്ന് അറിയാമോ? നസീദോ? നോവൽ സമീക്ഷ ഡി ബെഞ്ചമിൻ എഡിറ്റ് ചെയ്ത പുസ്തകമാണ് നോവൽ സമീക്ഷ. അതിലെ മലയാള നോവൽ പ്രാരംഭഘട്ടം എന്നുള്ള ഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്നത് ഡോക്ടർ ഡി ബെഞ്ചമിൻ ആണ്. മലയാള നോവൽ പ്രാരംഭഘട്ടം എന്നുള്ള ആദ്യത്തെ ഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്നത് ഡോക്ടർ ഡി ബെഞ്ചമിൻ ആണ്. അപ്പൊ ആ ലേഖനം ഞാൻ പഠന വിധേയമാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മലയാള നോവൽ 19ാം നൂറ്റാണ്ടിൽ എന്നുള്ള പുസ്തകം ആരുടേതാണെന്ന് അറിയാമോ? മലയാള നോവൽ 19ാം നൂറ്റാണ്ടിൽ. ഹാൻഡ് റൈസ് ചെയ്യുന്നതിനായിട്ട് നല്ലത് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതായിരിക്കും. മലയാള നോവൽ 19ാം നൂറ്റാണ്ടിൽ എന്നുള്ളത് ആരുടെ പുസ്തകമാണെന്ന് അറിയാമോ? യെസ്, ജോർജ് ഇരുമ്പയത്തിന്റെ പുസ്തകമാണ്. വെരി ഗുഡ് ഐശ്വര്യ. ജോർജ് ഇരുമ്പയത്തിന്റെ പുസ്തകമാണ് മലയാള നോവൽ 19ാം നൂറ്റാണ്ടിൽ എന്നുള്ളത്. അപ്പൊ ജോർജ് ഇരുമ്പയത്തിന്റെ ആ പുസ്തകം റെഫർ ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടക്കത്തില് നോവൽ പരിണാമവും സവിശേഷതകളും എന്നുള്ള ഒരു അധ്യായമുണ്ട്. 1ാമത്തെ അധ്യായം, നോവൽ പരിണാമവും സവിശേഷതകളും. അപ്പൊ ആ അധ്യായത്തിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ എപ്പോഴും റെഫർ ചെയ്യുന്ന പുസ്തകം ഏതാണ്? ആധുനിക മലയാള സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ KM ജോർജിന്റെ പുസ്തകവും നോവൽ പഠനത്തിന് വേണ്ടിയിട്ട് എക്സ്പ്ലനേഷൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, മലയാള നോവലിന്റെ പ്രാരംഭ ദശ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില കൃതികള്, എഴുത്തുകാരെ ഒന്ന് പറഞ്ഞ്. കൃതികൾ, നോവൽ കൃതി പറയുന്ന സമയത്ത് ഒപ്പം തന്നെ ഏതൊരു ചോദ്യത്തിനും ഇനി മുതൽ നമ്മൾ നോവലാണ് പഠിക്കുന്നത്. അപ്പൊ ഉത്തരം പറയുന്ന സമയത്ത് നിങ്ങൾ ഒരു കൃതി പറയാച്ച അതിന്റെ ഒപ്പം തന്നെ അതിന്റെ എഴുത്തുകാരുടെ പേരും കൂടി ടൈപ്പ് ചെയ്തിട്ട് കേട്ടോ. മുഴുവനായിട്ട് ടൈപ്പ് ചെയ്യണമെന്നില്ല, ഹിന്റ് മാത്രം ടൈപ്പ് ചെയ്താൽ മതി.
മലയാള നോവലിന്റെ പ്രാരംഭ ദശ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഇന്ദുലേഖ ഓ ചന്തുമേനോൻ, വെരി ഗുഡ്, ശ്രീലക്ഷ്മി അനില. പിന്നെ കുന്തലത അപ്പു നെടുങ്ങാടി, കുന്തലത, പുല്ലേലിക്കുഞ്ചു ഡീക്കൻ കോശി. പിന്നെ CV-യുടെ നോവലുകള് ശാരദ, സരസ്വതി വിജയം പോത്തേരി കുഞ്ഞമ്പു, CV-യുടെ മാർത്താണ്ഡവർമ്മ, ചരിത്ര നോവൽ സരസ്വതി വിജയം പറഞ്ഞു, ഭൂതരായൻ അപ്പൻ തമ്പുരാൻ. മലയാള നോവൽ എന്ന് പറയുമ്പോൾ പമേല നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടതുണ്ടോ മലയാള നോവൽ എന്ന് പറയുന്ന സമയത്ത്? ഓക്കെ, അക്ബർ കേരളോർമ്മയിലെ തമ്പുരാന്റെ വിവർത്തനം, ആൾമാറാട്ടം കല്ലൂറുമ്മൻ പൂലിപ്പോസ്, ഭാസ്കരമേനോൻ അപ്പൻ തമ്പുരാൻ, ലക്ഷ്മി കേശവം, സുകുമാരി, ശാരദ, ഘാതകവധം, വെരി ഗുഡ് വിസ്മയ, ആരും ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഘാതകവധം, രാമരാജ ബഹാദൂർ, പറങ്ങോടി പരിണയം, ഇന്ദുമതി സ്വയംവരം, പരിഷ്കാരപ്പൊതി, പുല്ലേലിക്കുഞ്ചു, മീനാക്ഷി. യെസ്, ആദ്യകാല നോവൽ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പേരുകളാണ് ഇവയൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഈ നോവലുകളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഏകദേശ ഐഡിയ നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പൊ അത്തരത്തിലാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ ഉത്തരം പറയുവാനായിട്ട്? ആരും മടി വിചാരിച്ച് ഇരിക്കേണ്ട കാര്യമില്ല. തെറ്റണമെങ്കിൽ തെറ്റിപ്പോട്ടെ. ചിലർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആയിരിക്കും നോവല്, ചിലർക്ക് ഇഷ്ടമില്ലാത്ത ഏരിയ ആയിരിക്കും നോവല്. ചിലർക്ക് എത്ര പഠിച്ചാലും അല്ലെങ്കിൽ എത്ര ഇഷ്ടമുണ്ട് വെച്ചാലും ഉത്തരം ശരിക്കും ചൂസ് ചെയ്യാൻ പറ്റാത്ത കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു ഏരിയ ആയിരിക്കും നോവല്. അപ്പൊ ഫോക്കസ് ഏരിയാസ് മുൻനിർത്തിക്കൊണ്ട് പഠിച്ചു പോയാൽ, മുൻകാല ചോദ്യപേപ്പറും നന്നായി റെഫർ ചെയ്ത് പോയാൽ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് നോവൽ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ പറയുന്നതാണ്. ഏറ്റവും കൂടുതലൊന്ന് ശ്രദ്ധിക്കുക, ആറിനെ ഫോക്കസ് ചെയ്തിട്ടാണ് എപ്പോഴും ചോദ്യം വരുന്നത് എല്ലാ ചോദ്യപേപ്പറുകളിലും. ഉദാഹരണമായിട്ട് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലേ CV-യുടെ നോവലുകളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ഷുവർ ആണ്. സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മുകുന്ദന്റെ നോവലുകളിലെ പേര് വെച്ചിട്ടുള്ള ഒരു ചോദ്യം ഷുവർ ആണ്. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തിട്ട് റെഫർ ചെയ്യുന്ന സമയത്ത് നോവൽ എന്നുള്ള ഏരിയയിൽ ഏറ്റവും കൂടുതൽ ആരിനെയാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കിയാൽ നമുക്കത് ഫോക്കസ് ചെയ്താൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഫോക്കസ് ഏരിയ നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കും. ഇന്നതിനെ മുൻനിർത്തി, ഇന്ന പരീക്ഷയ്ക്ക് ഇന്നതിനെ മുൻനിർത്തിക്കൊണ്ടാണ് കൂടുതലും ചോദ്യം വന്നിരിക്കുന്നത്. അത്തരത്തിലൊരു ചിന്ത ഉണ്ടായാൽ നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കല്ലേ? റെഡിയല്ലേ എല്ലാവരും? ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. യെസ്, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ നോവലിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദി സ്ലെയർ സ്ലെയിന്റെ വിവർത്തനമായ നോവൽ ഏത്? ഇന്ദുലേഖ, ശാരദ, ഘാതകവധം, പുല്ലേലിക്കുഞ്ചു. ദി സ്ലെയർ സ്ലെയിൻ വിവർത്തനമായിട്ടുള്ള നോവൽ ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. കേരളീയ ജീവിതത്തെ ആധാരമാക്കി എഴുതിയിട്ടുള്ള ആദ്യ നോവലാണ് ദി സ്ലെയർ സ്ലെയിൻ എന്നുള്ളത്. SLAYER എന്നാണ്. SLAYER എന്നാണ്. എഴുതിയെടുക്കുന്നവരെ സ്പെല്ലിംഗ് എഴുതുന്നുണ്ട്, ശ്രദ്ധിക്കണേ. SLAYER എന്നുള്ളതാണ് സ്പെല്ലിംഗ്. വിവർത്തനമായിട്ടുള്ള ആദ്യ നോവൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കേറിയതിൽ പകുതി പേര് പോലും ആൻസർ പറഞ്ഞിട്ടില്ല. എത്ര മടി? എന്തിനാ മടിയുള്ളവരൊക്കെ മടി കളഞ്ഞിട്ട് ഉത്തരം പറഞ്ഞേ. ഉറപ്പിച്ച് പറയുന്നവരുണ്ട്. സംഗീതം വിവിധൊക്കെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഐശ്വര്യ ഘാതകോദം എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. വിധുവും ഉറപ്പിച്ച് പറയുന്നുണ്ട്. സുമയ, രശ്മിക്കുട്ടി, ആഷ്ഫിൻ, എല്ലാവരും, മിനഹാജത്ത്, എല്ലാവരും ഓപ്ഷൻ സി ഘാതകവധമാണ് ആൻസർ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഘാതകവധത്തെ മുൻനിർത്തി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഘാതകവധം പ്രസിദ്ധീകരിച്ച വർഷം. ഘാതകവധം പ്രസിദ്ധീകരിച്ച വർഷം. നോട്ട്ബുക്ക് എപ്പോഴും കയ്യിലുണ്ടാവണേ. പിന്നീട് നോട്ട് എഴുതാന്നുള്ള ചിന്തയൊന്നും വേണ്ട, ഇപ്പൊ തന്നെ നോട്ട് എഴുതി പൊക്കോ. ഘാതകവധം പ്രസിദ്ധീകരിച്ച വർഷം പറഞ്ഞ് ഏതെങ്കിലും ഒരു വർഷം കസിയേ, ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ നമുക്ക്. 1800-കളാണ് എന്ന് നമുക്കറിയാം. ഘാതകവധം പ്രസിദ്ധീകരിച്ച വർഷം യെസ്
1877 എന്ന ഐശ്വര്യ ജ്യോതി എന്ന വിസ്മയ വിവിധ എല്ലാവരും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. യെസ്, ദി സ്ലെയർ സ്ലൈഡ് എന്നുള്ള ഇംഗ്ലീഷിലുള്ള നോവല് മലയാളത്തിലേക്ക് വിവർത്തനം വന്നിട്ടുള്ളത് 1877 ഘാതകവധം. ഓക്കെ, ദി സ്ലെയർ സ്ലൈഡ് എന്ന് പറയുന്ന നോവല് എഴുതിയതാരാണ്? പൂർത്തിയാക്കിയതാരാണ്? എഴുതിയത് മിസ്സിസ് കോളിൻസ് ആണ്. പൂർത്തിയാക്കിയത്, ശ്രദ്ധിക്കണേ, പലരും തെറ്റിച്ചിട്ടുള്ളതായിട്ട് അനുഭവം ഉള്ളതാണ്. ചോദ്യം ശ്രദ്ധിച്ച് വായിക്കില്ല. പൂർത്തിയാക്കിയത് ആരാണ് എന്നുള്ളതാണ് ഞാൻ രണ്ടാമത് ചോദിച്ചത്. കേരളീയ ജീവിതത്തെ ആധാരമാക്കി എഴുതിയ ആദ്യത്തെ നോവലാണ് ദി സ്ലെയർ സ്ലൈഡ് എന്നുള്ളത്. മിസ്സിസ് കോളിൻസ് ആണ് ആ നോവല് എഴുതിയത്. ആ നോവല് പൂർത്തിയാക്കിയത് റിച്ചാർഡ് കോളിൻസ് ആണ്. തെറ്റിക്കരുത് കേട്ടോ. നോവൽ എഴുതിയത് മിസ്സിസ് കോളിൻസ് ആണ്, പൂർത്തിയാക്കിയത് ഓക്കെ, തെറ്റിക്കരുത്. അപ്പോ ദി സ്ലെയർ സ്ലൈഡിന്റെ വിവർത്തനമായിട്ടുള്ള നോവല് ഘാതകവധമാണ്. കേരള ജീവിതത്തെ പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ട നോവൽ മിസ്സിസ് കോളിൻസ് എന്ന മിഷണറിയുടെ ദി സ്ലെയർ സ്ലൈഡ് എന്ന ഇംഗ്ലീഷ് കൃതിയാണ്. 1864 ജൂലൈ മാസത്തിൽ ആദ്യലക്കമായി പുറത്തു വന്നത് വിദ്യാസംഗ്രഹത്തിലാണ്. അപ്പൊ ഘാതകവധം എന്നുള്ള നോവല് ആദ്യമായിട്ട് അച്ചടിക്കപ്പെട്ട് വന്നത് ഏതാണ്? വിദ്യാസംഗ്രഹത്തിലാണ്. കോട്ടയം കോളേജ് ക്വാർട്ടർലി മാഗസിൻ എന്നറിയപ്പെടുന്ന മാസികയാണ് വിദ്യാസംഗ്രഹം. വിദ്യാസംഗ്രഹത്തിലാണ് ആദ്യമായിട്ട് ഘാതകവധം അച്ചടിച്ചു വന്നത്. ക്ലിയർ ആയല്ലോ? ഘാതകവധം അച്ചടിച്ചു വന്നത് എവിടെയാണ്? വിദ്യാസംഗ്രഹത്തിലാണ് ഘാതകവധം അച്ചടിച്ച് വന്നത്. അപ്പൊ ഇത് നോവൽ പൂർത്തിയാക്കുവാൻ കഴിയുന്നതിന് മുമ്പ് മിസ്സിസ് കോളിൻസ് അന്തരിച്ചു. പിന്നീട് റിച്ചാർഡ് കോളിൻസ് ആണ് അത് പൂർത്തിയാക്കിയത്. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഒന്ന് പൗലൂസ്, കോശി കുര്യൻ, മറിയം എന്നിവരാണ് ഘാതകവധത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഘാതകവധത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ പേരാണ് പറയുന്നത്. ഒന്ന് ഏതാണ്? പൗലൂസ് ആണ്. പൗലൂസ് എന്ന് പറയുന്നത് പുലയ സമുദായത്തിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് പൗലൂസ്. ഘാതകവധത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് പൗലൂസ്. അപ്പൊ പുതുതായിട്ട് ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുള്ള അവർണരെ സ്വന്തം സമൂഹത്തിൽ ഉൾപ്പെടുത്തുവാനായിട്ട് സുറിയാനി ക്രിസ്ത്യാനികൾ വിസമ്മതിച്ചു. ഈ വിവേചനത്തിന് എതിരായിട്ടാണ് മിസ്സിസ് കോളിൻസ് ഘാതകവധം എന്നുള്ള നോവൽ എഴുതുന്നത്. ഓക്കെ, അപ്പോ ഈ നമ്മുടെ പ്രധാന കഥാപാത്രമായിട്ടുള്ള പൗലൂസ് എന്താണ്? ക്രിസ്തുമതം സ്വീകരിക്കുകയാണ്. അപ്പൊ ഈ കഥയിലെ പ്രതിനായകൻ എന്ന് പറയുന്നത് സുറിയാനി സമുദായത്തിലുള്ള കോശി കുര്യൻ എന്നുള്ള വ്യക്തിയാണ്. അപ്പൊ പൗലൂസ്, കോശി കുര്യൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്ന നോവലാണ് ഘാതകവധം എന്നുള്ള കാര്യം ഓർത്തുവെക്കുക. അപ്പൊ കോശി കുര്യൻ പൗലൂസിനെ മർദ്ദിക്കുന്നുണ്ട്. പൗലൂസിന്റെ മകൻ മർദ്ദനമേറ്റിട്ട് മരിക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പൊ ആ സമയത്ത് പൗലൂസ് CMSകാരെ അഭയം പ്രാപിക്കുന്നു. ഇതിൽ ശുഭിതനായിട്ടുള്ള കോശി കുര്യൻ പുലയരിൽ നിന്ന് പലരെയും എന്താണ് ബന്ധനസ്ഥരാക്കിയിട്ട് വെക്കുകയാണ്. അവരെ കെട്ടഴിച്ചു വിടുന്നത് ഒരു CMS പുരോഹിതനാണ്. ഇതിലൊരു CMS പുരോഹിതൻ കടന്നു വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലെ അവരിൽ നിന്ന് മർദ്ദനമേറ്റിട്ടുള്ള പൗലോസിനോട് കുര്യന്റെ മകൾ മറിയത്തിന് സഹതാപം തോന്നുന്നു. അവൾ അയാളുടെ വീട്ടിൽ ചെന്നിട്ട് പൗലോസിനെ കാണുകയാണ്. അത് കണ്ടിട്ട് മടങ്ങുന്ന വഴിയില് ഈ പെൺകുട്ടി വെള്ളത്തിൽ കാല് തെറ്റി വീഴുന്നുണ്ട്. അപ്പൊ ഈ മറിയം എന്ന് പറയുന്ന പെൺകുട്ടീനെ രക്ഷിക്കുന്നതും പൗലോസ് ആണ്. അപ്പൊ ക്രിസ്തുമതം സ്വീകരിച്ച ഒരു അന്തർജനമായിരുന്നു ഈ മറിയം എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മ. അപ്പൊ അച്ഛന്റെ അഭിപ്രായത്തിനെതിരായിട്ട് മറിയം ഒരു ഉപദേശിയാണ് വിവാഹം കഴിക്കുന്നത്. ഇത്രയുമാണ് ഏതിന്റെ കഥ? ഘാതകവധം എന്ന് പറയുന്ന നോവലിന്റെ കഥ. ഓക്കെ, അപ്പൊ പൗലൂസ്, കോശി കുര്യൻ, മറിയം എന്നിവർ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി എത്തുന്ന നോവലാണ് ഘാതകവധം. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ഈ നോവൽ വായിക്കാത്തവർ ആരെങ്കിലും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതിന്റെ കഥ, ഒരു ആശയം പറഞ്ഞത്. ക്ലിയർ ആയില്ലേ? ഘാതകവധം ദി സ്ലെയർ സ്ലൈഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് കൃതിയുടെ മലയാളത്തിൽ വന്ന വിവർത്തനമാണ്. ഘാതകവധം മലയാളത്തിലെ വരുന്നത് പുസ്തകമായിട്ട് മുഴുവനായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് 1877 ഘാതകവധത്തിന്റെ ആദ്യ ലക്കം വരുന്നത് 1864 വിദ്യാസംഗ്രഹം മാസികയിലാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചു വന്നത്. ഈ നോവൽ പൂർത്തിയാക്കിയത് റിച്ചാർഡ് കോളിൻസ് ആണ്. ഓക്കെ, മിസ്റ്റർ കോളിൻസ് അഥവാ റിച്ചാർഡ് കോളിൻസ് ആണ് നോവല് പൂർത്തിയാക്കിയത്. ക്ലിയർ അല്ലേ?
ഇനി ഘാതകവാദത്തെ മുൻനിർത്തി എന്ത് ചോദ്യം വന്നാലും എഴുതാൻ കിട്ടില്ലേ? കിട്ടണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. യെസ്, കുന്തലത പ്രസിദ്ധീകരിച്ച വർഷം. വേറെ ഒന്നുമല്ല ഈ പ്രസിദ്ധീകരിച്ച വർഷം ചോദിക്കുന്നത്. തൊട്ട് മുമ്പിൽ നടന്ന നെറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തു നോക്കിയാൽ ഈ കാലഗണനാക്രമം എപ്പോഴും ചോദിക്കുന്നതായിട്ട് കാണാം. കുന്തലത പ്രസിദ്ധീകരിച്ച വർഷം. കുന്തലത. അനില ബി പറയുന്നുണ്ട് കുന്തലത പ്രസിദ്ധീകരിച്ച വർഷം. ബിജു ബി പറയുന്നുണ്ട്. ദീപിക, ഗീതു, ജേക്കബ്, വിധു ബി ഉറപ്പിച്ച് പറയുന്നുണ്ട്. ആര്യ 1887 എന്ന് പറയുന്നുണ്ട്. കുന്തലത എന്നുള്ള നോവലിന്റെ പ്രത്യേകത എന്താ? നമുക്കറിയാവുന്ന പ്രത്യേകതകൾ പറഞ്ഞാൽ മതി. കുന്തലത എന്നുള്ള നോവലിന്റെ പ്രത്യേകതകൾ, നമുക്കറിയാവുന്ന പ്രത്യേകതകളൊക്കെ ഒന്ന് പറഞ്ഞേ. കുന്തലത ആദ്യ നോവൽ എന്നുള്ള വിശേഷണമുള്ള നോവലാണ് കുന്തലത. പിന്നെ ബാക്കി അപ്പു നെടുങ്ങാടിയാണ് കുന്തലത എന്നുള്ള നോവൽ എഴുതിയത്. വളരെ കാലം മലയാളത്തിലെ ആദ്യ നോവലായിട്ട് വാഴ്ത്തപ്പെട്ടിരുന്ന കൃതിയാണ് കുന്തലത എന്നുള്ള കൃതി. 1887 കുന്തലത പ്രസിദ്ധീകരിക്കുന്നത്. നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അപ്പു നെടുങ്ങാടി എഴുതിയ നോവലാണ് കുന്തലത. 1887 കുന്തലത പ്രസിദ്ധീകരിച്ചു വരുന്നത്. കുന്തലത എന്ന് പറയുന്ന നാടകത്തിന്റെ മൂലരൂപം സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? കുന്തലത എന്നുള്ള നോവലിന്റെ കഥാതന്തു സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ഇംഗ്ലീഷിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നാടകത്തിൽ നിന്നാണ്. ആ നാടകത്തിന്റെ പേരാണ് സിംബലിൻ. ആരുടെ നാടകമാണ്? ആരുടെ നാടകമാണത്? ഷേക്സ്പിയറുടെ നാടകമാണ്. അപ്പൊ കുന്തലത എന്നുള്ള നോവലിന്റെ കഥാതന്തു സ്വീകരിച്ചിരിക്കുന്നത് ഷേക്സ്പിയറുടെ സിംബലിൻ എന്നുള്ള നാടകത്തിൽ നിന്നാണ്. എന്താണ് ഈ നാടകത്തിന്റെ പ്രധാനപ്പെട്ട പ്രമേയം? എന്താണ് കുന്തലത എന്നുള്ള നാടകത്തിന്റെ കുന്തലത എന്നുള്ള നോവലിന്റെ പ്രധാനപ്പെട്ട പ്രമേയം? കലിംഗ, കുന്തളം എന്നിങ്ങനെയുള്ള രണ്ട് സാങ്കല്പിക രാജ്യങ്ങളാണ് ഇതിന്റെ സ്ഥലരാശിയിൽ വരുന്നത്. രാജാവും മന്ത്രിയും രാജകുമാരിയും മന്ത്രികുമാരനും ഒക്കെയാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങള്. യുദ്ധം, കൊട്ടാരങ്ങളിലെ ഉപജാപങ്ങൾ, ഇതൊക്കെയാണ് നോവലിന് പ്രധാനമായിട്ട് പ്രമേയമായിട്ട് കടന്നു വരുന്നത്. കപിലനാഥനും കുന്തലതയുമാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. കപിലനാഥനും കുന്തലതയുമാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. നോട്ട് ചെയ്തോട്ടോ. കപിലനാഥനും കുന്തലതയുമാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഇപ്പൊ കുന്തലത അപ്പു നെടുങ്ങാടിയുടെ നോവല് 1887 പ്രസിദ്ധീകരിച്ച നോവലാണ്. ഷേക്സ്പിയറുടെ സിംബലിൻ എന്ന നാടകത്തിൽ നിന്നാണ് പ്രധാനപ്പെട്ട കഥാതന്തു സ്വീകരിച്ചിട്ടുള്ളത്. കപിലനാഥനും കുന്തലതയുമാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. കുന്തലത വളരെ കാലം മലയാളത്തിലെ ആദ്യ നോവലായിട്ട് വാഴ്ത്തപ്പെട്ടിരുന്ന കൃതിയാണ് അപ്പു നെടുങ്ങാടിയുടെ കുന്തലത. ഉള്ളൂരിന്റെ കേരള സാഹിത്യ ചരിത്രത്തിലും MP പോളിന്റെ നോവൽ സാഹിത്യത്തിലും ആദ്യ മലയാള നോവലായിട്ട് പരാമർശിക്കപ്പെടുന്ന കൃതിയാണ് കുന്തലത. നോട്ട് ചെയ്ത് വെച്ചോ, നല്ല പോയിന്റാണ്. ഉള്ളൂരിന്റെ കേരള സാഹിത്യ ചരിത്രത്തിലും MP പോളിന്റെ നോവൽ സാഹിത്യത്തിലും മലയാളത്തിലെ ആദ്യ നോവലായിട്ട് പരാമർശിക്കപ്പെടുന്ന നോവലാണ് കുന്തലത. ഷേക്സ്പിയറിന്റെ സിംബലിൻ എന്ന നാടകത്തിന്റെ സ്വാധീനം ഉൾക്കൊണ്ടാണ് കുന്തലത എന്നുള്ള കൃതി രചിച്ചിട്ടുള്ളത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് ഷേക്സ്പിയറിന്റെ സിംബലിൻ എന്ന നാടകത്തിന്റെ സ്വാധീനം ഉൾക്കൊണ്ടാണ് കുന്തലത രചിച്ചിട്ടുള്ളത് എന്ന് പ്രൊഫസർ MP പോള്, KM തരകൻ, ജോർജ് ഇരുമ്പയർ ഇവര് 3 പേരും വ്യക്തതയോടുകൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഷേക്സ്പിയറുടെ സിംബലിൻ എന്ന നാടകത്തിന്റെ സ്വാധീനം ഉൾക്കൊണ്ടാണ് കുന്തലത രചിച്ചിട്ടുള്ളത് എന്ന് പ്രൊഫസർ MP പോള്, KM തരകൻ, ഡോക്ടർ ജോർജ് ഇരുമ്പയം എന്നിവരെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.
കുന്തലത. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കുന്തലത എന്നുള്ള നോവല്. വിദ്യാവിലാസം അച്ചുകൂടത്തിൽ നിന്നാണ് കുന്തലത പ്രസിദ്ധീകരിക്കുന്നത് എന്നുള്ളത് അനു കൂട്ടിച്ചേർത്തിട്ടുണ്ട്. യെസ്, ഞാൻ വിട്ടുപോയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. വിദ്യാവിലാസം അച്ചുകൂടത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള നോവലാണ് കുന്തലത. ഓക്കെ, ക്ലിയർ ആയി എന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 3. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കൊളത്തിൽ പോയതും നീർക്കോലിയെ കണ്ടതും തോക്കുണുങ്ങിയതും രസക്കയർ മുറിഞ്ഞതും ഒരു മലയാള നോവലിലെ അധ്യായങ്ങളുടെ പേരാണിത്. ഏതാണ് നോവൽ? ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കുളത്തിൽ പോയതും നീർക്കോലിയെ കണ്ടതും തോക്കുണങ്ങിയതും രസക്കയർ മുറിഞ്ഞതും ഒരു മലയാളം നോവലിലെ അധ്യായങ്ങളുടെ പേരാണ്. ഈ അധ്യായങ്ങളുടെ പേര് വെച്ചിട്ട് 1-2 നോവലുകൾ സ്ഥിരം പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഏതാണ് ആ നോവൽ എന്നുള്ളതാണ്. നീണ്ട നിഴലുകൾ, ഓപ്ഷൻ ബി പഞ്ചവടി, ഓപ്ഷൻ സി പറങ്ങോടി പരിണയം, ഓപ്ഷൻ ഡി കുന്തലത. ഡൗട്ട് ആണ് വെച്ചെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് പറയാം, മിണ്ടാതെ ഇരിക്കരുത്. ആൻസർ പറഞ്ഞേ. ഒരുപാട് പേര് സി എന്ന് പറയുന്നുണ്ട്. രേഷ്മിക്ക് സി ഡൗട്ട് ഉണ്ട്. പറങ്ങോടി പരിണയാണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ആര്യയും സുമയയും ഒക്കെ നിൽക്കുന്നുണ്ട്. ആൻസർ പറയൂ. മുച്ചിട്ട് കളിക്കാർ പറയുന്ന പോലെ മടി പിടിച്ചിരിക്കാതെ കടന്നു വരൂ. കുറെ പേര് മിണ്ടാതിരിക്കുന്നുണ്ട് കേട്ടോ. ക്ലാസ്സിൽ കയറിയിട്ടും മിണ്ടാതിരിക്കുന്ന കുറെ പേരുണ്ട്. എല്ലാവരും ഉത്തരം പറഞ്ഞേ. ശ്രീലക്ഷ്മി സി എന്ന് പറയുന്നുണ്ട്. ആൻസർ പറയൂ. ടെൻസി ഒക്കെ ക്ലാസ്സിൽ ഉണ്ടായിട്ട് എന്താ മിണ്ടാതിരിക്കുന്നത്? സ്ഥിര ആക്റ്റീവായിട്ട് ആൻസർ പറയുന്ന ഒരാളാണല്ലോ ടെൻസി. സി ഉറപ്പാണ് എന്ന് ബിജു കൂട്ടിച്ചേർക്കുന്നുണ്ട്. സി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. സി ഡൗട്ട്ഫുൾ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നീണ്ട നിഴലുകൾ എന്നുള്ളത് ആരുടെ നോവലാണ്? നീണ്ട നിഴലുകൾ അറിയോ? നീണ്ട നിഴലുകൾ ആ നോവലിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. നീണ്ട നിഴലുകൾ എന്നുള്ളത് ആരുടെ നോവലാണെന്ന് അറിയാമോ? നീണ്ട നിഴലുകൾ. വിലാസിനി അല്ല. PDF നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ലെങ്കിൽ ഇതാ കോഴ്സ് എടുത്തിട്ടുള്ളവരാണ് ചില കോഴ്സിലെ ക്ലാസ്സുകളൊക്കെ. MK മേനോൻ അല്ല. നീണ്ട നിഴലുകൾ കത്തുകളിലൂടെ കഥ പറയുന്ന സമ്പ്രദായത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള നോവലാണ് നീണ്ട നിഴലുകൾ എന്നുള്ളത്. കത്തുകളിലൂടെ കഥ മുന്നോട്ട് പോകുന്ന ആ ഒരു സമ്പ്രദായത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള നീണ്ട നിഴലുകൾ എന്നുള്ള നോവൽ എഴുതിയത് കോന്നിയൂർ കെ മീനാക്ഷി അമ്മയാണ് നീണ്ട നിഴലുകൾ എന്നുള്ള നോവൽ എഴുതിയത്. എല്ലാവരും വിലാസിനി എന്നുള്ള ഒരു ഓപ്ഷൻ വന്നു. വിലാസിനിയുടെ നോവലിന്റെ പേര് നിറമുള്ള നിഴലുകൾ എന്നാണ്. വിലാസിനിയുടെ നോവലിന്റെ പേര് നിറമുള്ള നിഴലുകൾ എന്നാണ്. തെറ്റിക്കരുത്. നീണ്ട നിഴലുകൾ എന്നുള്ളത് കോന്നിയൂർ കെ മീനാക്ഷി അമ്മയുടേതാണ്. കത്തുകളിലൂടെ കഥ പറയുന്ന സമ്പ്രദായത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള നോവലാണ് നീണ്ട നിഴലുകൾ. നിറമുള്ള നിഴലുകൾ എന്നുള്ളത് വിലാസിനിയുടെ നോവലാണ്. നിറമുള്ള നിഴലുകൾ വിലാസിനിയുടെ നോവലാണ്. നിണവഴിയിലെ നിഴലുകൾ ആരുടേതാണെന്ന് അറിയാമോ? നിണം ചോര എന്നുള്ള അർത്ഥമുള്ള നിണവഴിയിലെ നിഴലുകൾ ശ്രീജിത്ത് മൂത്തേടത്തിന്റെ നോവലാണ്. പുതിയ നോവലാ. നിണവഴിയിലെ നിഴലുകൾ ശ്രീജിത്ത് മൂത്തേടത്ത്. നിണവഴിയിലെ നിഴലുകൾ ഒരേ സാമ്യതയുള്ള ഗ്രന്ഥനാമങ്ങൾ എന്ന രീതിയിൽ ചോദ്യം വരാറുണ്ട്. അതുകൊണ്ട് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് പറഞ്ഞതാണ്. നീണ്ട നിഴലുകൾ എന്നുള്ളത് കോന്നിയൂർ കെ മീനാക്ഷി അമ്മയുടെ നോവലാണ്. പഞ്ചവടി ആരുടെ നോവലാ? പഞ്ചവടി
വെറുതെ ഒരു ചോദ്യം നോക്കി പോയാൽ പോരാട്ടോ, അതിന്റെ ഓപ്ഷനുകളും നമ്മൾ അറിഞ്ഞിരിക്കണം. പഞ്ചവടി, CV കുഞ്ഞിരാമന്റെ നോവലാണ് പഞ്ചവടി. CV കുഞ്ഞിരാമന്റെ നോവലാണ് പഞ്ചവടി. കുന്തലത ആരുടെ നോവലാണെന്ന് നമ്മൾ പറഞ്ഞേ? കുന്തലത ആരുടെ നോവലാണെന്നാ പറഞ്ഞേ? കുന്തലത ആരുടെ നോവലാണെന്ന് നമ്മൾ പറഞ്ഞേ. അപ്പു നെടുങ്ങാടി. കുന്തലത പ്രസിദ്ധീകരിച്ച വർഷം? കുന്തലത പ്രസിദ്ധീകരിച്ച വർഷം. വെരി ഗുഡ്. കുന്തലത പ്രസിദ്ധീകരിച്ച വർഷം? കുന്തലത പ്രസിദ്ധീകരിച്ച വർഷം 1887. ഓക്കെ. അപ്പൊ കുളത്തിൽ പോയതും നീർക്കോലിയെ കണ്ടതും തോക്കുണങ്ങിയതും രസക്കയറ് മുറിഞ്ഞതും ഒരു മലയാള നോവലിലെ അധ്യായങ്ങളുടെ പേരാണിത്. ഈ അധ്യായം, ഈ നോവൽ എഴുതിയിട്ടുള്ളത് കിഴക്കേപ്പാട്ട് രാമൻകുട്ടി മേനോനാണ്. ഏതാണ് ആ നോവല്? പറങ്ങോടി പരിണയമാണ് ആ നോവല്. പറങ്ങോടി പരിണയം കിഴക്കേപ്പാട്ട് രാമൻകുട്ടി മേനോൻ എഴുതിയ നോവലാണ് പറങ്ങോടി പരിണയം. പറങ്ങോടി പരിണയം കിഴക്കേപ്പാട്ട് രാമൻകുട്ടി മേനോൻ എഴുതിയ നോവലാണ് പറങ്ങോടി പരിണയം. പറങ്ങോടി പരിണയം മലയാളത്തിലെ അനുകരണ നോവലുകളെ പരിഹസിച്ചുകൊണ്ട് എഴുതിയ നോവലാണിത്. പറങ്ങോടി പരിണയം കിഴക്കേപ്പാട്ട് രാമൻകുട്ടി മേനോൻ എഴുതിയ നോവലാണ്. മലയാളത്തിലെ ആദ്യത്തെ ആക്ഷേപഹാസ്യ നോവലാണ്. ഇങ്ങനെയൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ ആക്ഷേപഹാസ്യ നോവൽ ഏത്? പറങ്ങോടി പരിണയം. മലയാളത്തിലെ അനുകരണ നോവലുകളെ പരിഹസിച്ചുകൊണ്ട് എഴുതിയ നോവൽ. മലയാളത്തിലെ അതായത് ഒരേ പാറ്റേണിലുള്ള കുറെ നോവലുകൾ വന്നപ്പോൾ അവയെ പരിഹസിച്ചുകൊണ്ട് ഒരു നോവൽ രചിക്കുകയാണ്. അപ്പൊ അത്തരത്തിലെ മലയാളത്തിലെ അനുകരണ നോവലുകളെ പരിഹസിച്ചുകൊണ്ട് എഴുതിയ നോവൽ ഏതാണ്? പറങ്ങോടി പരിണയം. 1892 പ്രസിദ്ധീകരണ വർഷം 1892 പ്രസിദ്ധീകരിച്ചത്. 1892 പ്രസിദ്ധീകരിച്ച വർഷം. ക്ലിയർ ആയില്ലേ? പറങ്ങോടി പരിണയവുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ കുളത്തിൽ പോയതും നീർക്കോലിയെ കണ്ടതും തോക്കുണങ്ങിയതും രസക്കയറ് മുറിഞ്ഞതും എന്നുള്ളതൊക്കെ മലയാളത്തിലെ പറങ്ങോടി പരിണയം എന്ന 1892 ഇറങ്ങിയ കിഴക്കേപ്പാട്ട് രാമൻകുട്ടി മേനോന്റെ നോവലായ പറങ്ങോടി പരിണയത്തിലെ അധ്യായങ്ങളുടെ പേരുകളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. യെസ്. 4ാമത്തെ ചോദ്യം. ഏകനായകന്റെ വിവിധ ഭാവങ്ങളെ കോർത്തിണക്കി രചിച്ച ആദ്യകാല ഹാസ്യ നോവൽ ഏത്? ഏകനായകന്റെ വിവിധ ഭാവങ്ങളെ കോർത്തിണക്കി രചിച്ച ആദ്യകാല ഹാസ്യ നോവൽ ഏത്? ഈ ഏകനായകന്റെ വിവിധ ഭാവങ്ങളെ കോർത്തിണക്കി രചിക്കുന്ന ആ സമ്പ്രദായത്തിനെയാണ് പിക്കാറസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ ആദ്യത്തെ പിക്കാറസ് നോവൽ ഏത് എന്ന് ചോദിച്ചാലുള്ള ഉത്തരം തന്നെയാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഏകനായകന്റെ വിവിധ ഭാവങ്ങളെ കോർത്തിണക്കി രചിക്കുന്ന ആ സമ്പ്രദായത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് പിക്കാറസ് എന്നുള്ളത്. ഏതാണ്? ലക്ഷ്മി കേശവം, വിരുദ്ധൻ ശംഖു, ഭൂതരായൻ, പുല്ലേലി കുഞ്ചു. ചോദ്യം വന്നിട്ടുള്ളതാണ്, തെറ്റിക്കരുത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. മടിയൊന്നും വിചാരിക്കാതെ എല്ലാവരും നല്ല കുട്ടികളായിട്ട് വേഗം വേഗം ഉത്തരം പറഞ്ഞോ. ഏകനായകന്റെ വിവിധ ഭാവങ്ങളെ കോർത്തിണക്കുന്ന സമ്പ്രദായത്തിന് പറയുന്ന പേരാണ് പിക്കാറസ് എന്നുള്ളത്. ഒരു സ്പാനിഷ് പദമായ പിക്കാറെ എന്നുള്ള പദത്തിൽ നിന്നാണ് പിക്കാറസ് എന്നുള്ള വാക്ക് വരുന്നത്. തെമ്മാടി, വികൃതി എന്നൊക്കെയാണ് പിക്കാറസ് നോവൽ. മലയാളത്തിലെ ആദ്യത്തെ തെമ്മാടി നോവൽ എന്നുള്ള വിശേഷണമുള്ള നോവൽ ഇതാണ്. ഓക്കെ. അതായത് ഒരു സമൂഹത്തിലെ ഒരു താഴ്ന്ന തട്ടിൽപ്പെടുന്ന ഒരു വിരുദ്ധനായിട്ടുള്ള ഒരു വ്യക്തി, അയാളുടെ സാഹസിക കൃത്യങ്ങൾ പറയുന്ന കഥയ്ക്കാണ് പിക്കാറസ് എന്ന് നമ്മൾ പറയുന്നത്. അത്തരത്തിലെ ഏകനായകന്റെ വിവിധ ഭാവങ്ങളെ കോർത്തിയാക്കി രചിച്ച ആദ്യകാല ഹാസ്യ നോവല്. ഒരുപാട് പേര് ഓപ്ഷൻ ബി ആണ് പറഞ്ഞിരിക്കുന്നത്, വിരുദ്ധൻ ശംഖു എന്നുള്ള ഓപ്ഷൻസ്.
ഓക്കെ, അപ്പൊ ബിരുദൻ ശംഖു എന്നുള്ള നോവൽ എഴുതിയതാരാ? ബിരുദൻ ശംഖു എന്നുള്ള നോവൽ എഴുതിയതാരാ? ഓപ്ഷൻ ബി ആണ് കുറെ പേര് ആൻസർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബി എന്നുള്ള ഓപ്ഷൻ പറഞ്ഞവരൊക്കെ പറഞ്ഞ ബിരുദൻ ശംഖു എന്നുള്ള നോവൽ എഴുതിയത് ആര്? മലയാളത്തിലെ ആദ്യത്തെ പിക്കാറസ് നോവൽ, മലയാളത്തിലെ ആദ്യത്തെ തെമ്പാടി നോവൽ, ഏകനായകന്റെ വിവിധ ഭാവങ്ങളെ കോർത്തിണക്കി രചിച്ച ആദ്യകാല ഹാസ്യ നോവൽ. യെസ്, വെരി ഗുഡ്. ഡൗട്ട്ഫുൾ ആയിട്ട് ചോദിക്കും പറയല്ലേ. കാരാട്ട് അച്യുത മേനോനാണ് ബിരുദൻ ശംഖു എന്നുള്ള നോവൽ എഴുതിയിട്ടുള്ളത്. ഏകനായകന്റെ വിവിധ ഭാവങ്ങളെ കോർത്തിണക്കി രചിച്ച ആദ്യകാല ഹാസ്യ നോവലാണ് ബിരുദൻ ശംഖു. ബിരുദൻ ശംഖു മലയാള എഴുതിക്കോട്ടോ, ഒരു ടൈറ്റിൽ ഇട്ടോ, ബിരുദൻ ശംഖു എന്ന് പറഞ്ഞിട്ട്. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള സകല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. പിക്കാറസ് എന്താണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ബിരുദൻ ശംഖു എന്നുള്ള നോവലിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയുന്നത്. മലയാളത്തിൽ ആദ്യത്തെ പിക്കാറസ് നോവലാണ് ബിരുദൻ ശംഖു. 1913 ഈ നോവല് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. 1913 ഈ നോവല് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ബിരുദൻ ശംഖു എന്നുള്ള നോവല് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് 1913. കാരാട്ട് അച്യുത മേനോനാണ്. കാരാട്ട് അച്യുത മേനോൻ മലയാളത്തിൽ ആദ്യത്തെ പിക്കാറസ് നോവലായിട്ടുള്ള ബിരുദൻ ശംഖു എഴുതുന്നത് കാരാട്ട് അച്യുത മേനോനാണ്. ഒരുപാട് പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ആതിരയും അനുവും ഒക്കെ ഫുൾ നെയിം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കാരാട്ട് അച്യുത മേനോനാണ് ബിരുദൻ ശംഖു എന്നുള്ള നോവല് എഴുതിയിട്ടുള്ളത്. അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും വായിച്ച് രസിക്കാനായിട്ട് പറ്റുന്ന വിധം സരസവും പ്രസന്നവുമായിട്ടുള്ള ഒരു ആഖ്യാന ശൈലിയാണ് ബിരുദൻ ശംഖുവിലുള്ളത് എന്നുള്ളത് പല നിരൂപകരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനുള്ളിൽ പറയുന്ന പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത് ഒരു തറവാടിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട കേന്ദ്ര കഥാപാത്രമാണ് വിക്രമൻ. ബിരുദൻ ശംഖു എന്ന് പറയുന്ന നോവലിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് വിക്രമൻ എന്നുള്ള വ്യക്തി. അപ്പൊ വിക്രമൻ ചില തറവാടിന്റെ ഉള്ളിലുള്ള ചില കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ടും പൊരുത്തപ്പെട്ട് പോകാത്തത് കൊണ്ടും വിക്രമൻ നാട് വിട്ടിട്ട് പോവാണ്. നാട് വിട്ടു പോയിട്ട് മൂപ്പരാൾ എത്തിപ്പെടുന്നത് ഒരു തസ്കര സംഘത്തിലാണ്, അതായത് കള്ളന്മാരുടെ ഒരു കൂട്ടത്തിലാണ് എത്തിപ്പെടുന്നത്. അവിടെ നിന്ന് അതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മൂപ്പരാൾ പഠിക്കുകയാണ്. കൂടുതലും മൂപ്പരാളുടെ പേരൊന്ന് മാറ്റിയാണ്. വിക്രമൻ എന്നുള്ള പേര് മാറ്റിയിട്ട് എന്താക്കുന്നു, ശംഖു എന്നുള്ള പേര് സ്വീകരിക്കുന്നു. ഈ ശംഖു എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ആള് വീണ്ടും ആളുടെ ജന്മനാട്ടിൽ തിരിച്ചെത്തുകയാണ്. എന്നിട്ട് ഇക്കാവമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പ്രേമിക്കുകയാണ്. അപ്പൊ വിക്രമൻ എന്ന ശംഖു, ഇക്കാവമ്മ തുടങ്ങിയവരെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഒരു നോവലാണ് ബിരുദൻ ശംഖു എന്നുള്ളത്. പഴയ തറവാടുകള്, വീടുകള്, കൂട്ടുകുടുംബ വ്യവസ്ഥിതി എന്നിവയൊക്കെ പരാമർശിക്കപ്പെടുന്ന ഒരു നോവലാണ് ബിരുദൻ ശംഖു എന്നുള്ളത്. ക്ലിയർ ആയില്ലേ? എന്താണ് കഥാപാത്രം, എന്താണ് നോവലിന്റെ പശ്ചാത്തലം എന്നീ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, ബിരുദൻ ശംഖു, കാരാട്ട് അച്യുത മേനോൻ, 1913 മലയാളത്തിലെ ആദ്യത്തെ പിക്കാറസ് നോവല്, തെമ്മാടി നോവല് എന്നൊക്കെ അറിയപ്പെടുന്ന നോവലാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5 ചോദ്യം വായിച്ചോ. മലയാള സ്ത്രീകൾക്കിടയിലുള്ള പരിഷ്കാര ഭ്രമത്തെ പരിഷ്കരിക്കുന്ന ദോശരണി എന്ന സാമൂഹിക നോവലിന്റെ കർത്താവ് ആര്? ദോശരണി എന്ന സാമൂഹിക നോവലിന്റെ കർത്താവ് ആര്? പറഞ്ഞ ആൻസർ പറഞ്ഞേ. സർദാർ കെ എം പണിക്കർ, മൂർക്കോത്ത് കുമാരൻ, ചന്തു മേനോൻ, ഇ വി കൃഷ്ണപിള്ള. മലയാള സ്ത്രീകൾക്കിടയിലെ പരിഷ്കാര ഭ്രമത്തെ പരിഹസിക്കുന്ന ദോശരണി എന്ന സാമൂഹിക നോവൽ എഴുതിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. എല്ലാവരും ഉത്തരം പറയണം. 70-ലധികം പേരുണ്ട് നമ്മുടെ കൂട്ടത്തില്. എല്ലാവരും ആൻസർ പറയണം. സർദാർ പണിക്കരാണോ, മൂർക്കോത്ത് കുമാരനാണോ, ചന്തുമേനോനാണോ, ഇ വി കൃഷ്ണപിള്ളയാണോ എന്നുള്ളതാണ് ചോദ്യം. ദോശരണി അല്ല, ദൊരശ്ശിനിയാണെന്നല്ലേ. ഓക്കെ.
നീയാണോ? ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത ചോദ്യമാണ്. അതിൽ അതേ ടൈപ്പ് ചെയ്തത് കൊണ്ട് അങ്ങനെ തന്നെ എഴുതിയതാണ്. സർദാർ KM പണിക്കർ ഓപ്ഷൻ എ എന്ന് ഒരുപാട് പേര് ആൻസർ പറയുന്നുണ്ട്. മലയാള സ്ത്രീകൾക്കിടയിലുള്ള പരിഷ്കാര ഭ്രമത്തെ പരിഹസിക്കുന്ന ദശരണി എന്ന സാമൂഹിക നോവലിന്റെ കർത്താവ് ആര്? യെസ്, ഓപ്ഷൻ എ സർദാർ KM പണിക്കർ. ദശരണി ഒരു സാമൂഹിക നോവലാണ്. 1924 ഈ നോവൽ പ്രസിദ്ധീകരിക്കുന്നത്. 1900 സെറ്റ് പി വൈക്കുള്ള ക്വസ്റ്റ്യൻ. യെസ്, ഞാൻ തന്നെ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1924 പ്രസിദ്ധീകരിച്ച നോവലാണ്. 1924 പ്രസിദ്ധീകരിച്ച സാമൂഹിക നോവലാണ് ദശരണി. സർദാർ KM പണിക്കരാണ് ഈ നോവല് എഴുതിയിട്ടുള്ളത്. മലയാള സ്ത്രീകൾക്കിടയിലെ പരിഷ്കാര ഭ്രമത്തെ പരിഹസിക്കുന്ന ഒരു നോവലാണ് ദൊരശിനി. ഞാൻ ഉച്ചരിക്കുന്നത് തെറ്റിയതാണ്. ദൊരശിനി. ക്ലിയർ അല്ലേ? മലയാള സ്ത്രീകൾക്കിടയിലെ പരിഷ്കാര ഭ്രമത്തെ പരിഹസിക്കുന്ന സാമൂഹിക നോവല് സർദാർ KM പണിക്കരുടെ ദൊരശിനി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യെസ്, 6ാമത്തെ ചോദ്യം. ചെറിയ കഥ, ചെറുകഥ, വലിയ കഥ, നോവൽ, ഈ ലളിതമായിട്ടുള്ള വിവരണം നൽകിയത് ആരാണ്? ചന്തുമേനോൻ, CV രാമൻപിള്ള, P കേശവദേവ്, ബഷീർ. അപ്പൊ എന്താണ് ചെറുകഥ, എന്താണ് നോവൽ എന്നതിനെ സൂചിപ്പിക്കുന്നതിനായിട്ട് ചെറിയ കഥ, ചെറുകഥ, വലിയ കഥ, നോവൽ, ഇത്തരത്തിലെ ലളിതമായിട്ടുള്ള വിവരണം നൽകിയത് ആരാണ്? വിധു, അനില, സുഷമ, കൃഷ്ണപ്രിയ, രസിത, രേഷ്മ, അനു, വിബിത, എല്ലാവരും ഓപ്ഷൻ ഡി. ചിലർക്ക് ഓപ്ഷൻ ഡി ഡൗട്ട് ആണ്. ചെറിയ കഥ, ചെറുകഥ, വലിയ കഥ, നോവൽ. ശ്രീഷ്മിക്ക് ഓപ്ഷൻ സി ആണ് ഡൗട്ട്. അമൃത ഓപ്ഷൻ ഡി, ഷോണിമ ഓപ്ഷൻ ഡി, സുമയ ഓപ്ഷൻ ഡി. ചോദ്യം വായിക്കുക. വായിച്ചതിന് ശേഷം ആൻസർ പറയാ. ഭൂരിപക്ഷം പേരും വന്നത് തെറ്റാണ്. ടിൻസി ഓപ്ഷൻ സി പറയുന്നുണ്ട്. അമൃത സി പറയുന്നുണ്ട്. ജോബിൻ സി പറയുന്നുണ്ട്. ആതിര ഓപ്ഷൻ ബി പറയുന്നുണ്ട്. ചെറിയ കഥ, ചെറുകഥ, വലിയ കഥ, നോവൽ. എല്ലാവരും എന്തുകൊണ്ടാണ് ബഷീറിലേക്ക് പോയത് എന്നുള്ളത് അറിയാം. ആ ഒരു ഭാഷയും ആ ഒരു രീതിയും കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ബഷീർ ആണോ എന്ന് വിചാരിക്കും. പക്ഷെ ബഷീർ അല്ല അത് പറഞ്ഞത്. പിന്നെ ഒരു ഓപ്ഷനിൽ എല്ലാവരും നിന്നത് സി ആണ്. ഇതിലെന്തായാലും CV രാമൻപിള്ളയും ചന്തുമേനോനും ഇത്തരത്തിലുള്ള ഒരു ഇത് നൽകില്ല എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ബാക്കി CD എന്നിവയിൽ ആരാണ് എന്നുള്ളതാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. കേശവദേവാണ് കേട്ടോ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറയുന്നത്. ചെറിയ കഥ, ചെറുകഥ, വലിയ കഥ, നോവല്, ഇത്തരത്തിലുള്ള ഒരു ലളിതമായിട്ടുള്ള ഒരു ഇത് നൽകുന്നത്, ഒരു വിശദീകരണം നൽകുന്നത് ആരാണ്? നമ്മുടെ P കേശവദേവാണ്. ശരിയായിട്ടുള്ള ആൻസർ. P കേശവദേവാണ് ശരിയായിട്ടുള്ള ആൻസർ. P കേശവദേവ്. നോട്ട് ചെയ്ത് വെച്ചോ, പലപ്പോഴും ചോദ്യമായിട്ട് വരാറുണ്ട്. ഓക്കെ, ഇതുപോലെ ഈ ഫോസ്റ്ററുടെ ഒരു അഭിപ്രായമുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം. യെസ്, 5000 വാക്കുകളിൽ കവിഞ്ഞ കഥ നോവലാകുന്നു എന്ന് അഭിപ്രായപ്പെടുന്നത് EM ഫോസ്റ്റർ ആണ്. കേശവദേവന്റെ അഭിപ്രായത്തോട് നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന ഒന്നാണ്. സോറിയുടെ ആവശ്യമൊന്നുമില്ല, ഇത് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലേ. 5000 വാക്കുകളിൽ കവിഞ്ഞ നോവലാകുമെന്ന് പറഞ്ഞ് EM ഫോസ്റ്ററും ദേവിന്റെ ഈ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ചെറിയ കഥ, ചെറുകഥ, വലിയ കഥ, നോവൽ എന്ന് അഭിപ്രായപ്പെടുന്നത്
പി കേശവദേവാണ്. 5000 വാക്കുകളിൽ കവിഞ്ഞ കഥ നോവലാകുമെന്ന് അഭിപ്രായപ്പെടുന്നത് EM ഫോസ്റ്റർ ആണ്. EM ഫോസ്റ്റർ ആണ്. മലയാള നോവൽ സാഹിത്യ ചരിത്രം എന്നുള്ള പുസ്തകത്തിൽ നിന്നാണ് ഈ റെഫറൻസ് ഞാൻ എടുത്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 7ാമത്തെ ചോദ്യം. നല്ല ചോദ്യം. മലയാളത്തിലെ റിച്ചാർഡ്സൺ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായർ, M മുകുന്ദൻ, തകഴി ശിവശങ്കരപിള്ള, O ചന്തുമേനോൻ. എഴുത്തുകാരും അവരുടെ വിശേഷണങ്ങളും. നമ്മുടെ PYQ ഡിസ്കഷൻ 5 ക്വസ്റ്റ്യൻ സീരീസിലെ നെറ്റിലെ യൂട്യൂബിൽ കിടക്കുന്ന വീഡിയോയിലെ 3ാമത്തെ വീഡിയോയിലെ ഈ ഒരു പാട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മലയാളത്തിലെ റിച്ചാർഡ്സൺ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായർ, M മുകുന്ദൻ, തകഴി ശിവശങ്കരപിള്ള, ചന്തുമേനോൻ. ഈ ചോദ്യത്തിന് ഉത്തരം അറിയില്ല എങ്കിലും തന്നിരിക്കുന്ന ഓപ്ഷന്റെ ഉള്ളിലെ ഒരു ഓപ്ഷൻ മാത്രം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം, ഇല്ലേ? ആദ്യത്തെ 3 ആൾക്കാർ സമകാലികമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എഴുതി തുടങ്ങിയ ആളുണ്ട്, എഴുതിയിരുന്ന ആൾക്കാരുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ആരാണ്? O ചന്തുമേനോനാണ്. O ചന്തുമേനോനാണ് മലയാളത്തിലെ റിച്ചാർഡ്സൺ എന്നറിയപ്പെടുന്നത്. അപ്പൊ MT വാസുദേവൻ നായർ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? MT വാസുദേവൻ നായർ എന്ത് പേരില അറിയപ്പെടുന്നത്? വിശേഷണം എന്താ? M മുകുന്ദനുള്ള വിശേഷണം അയ്യഴിയുടെ കഥാകാരൻ എന്നുള്ളതാണ്. മലയാളത്തിലെ ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് ആരാണ്? യെസ്, പലപ്പോഴും ചോദ്യം വരാറുണ്ട്. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് M മുകുന്ദനാണ്. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപിള്ളയാണ്. മോപ്പസാങ്, തകഴി ശിവശങ്കരപിള്ള. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ. മാതൃത്വത്തിന്റെ കവി ബാലാമണി അമ്മ. തൃക്കോട്ടൂരിന്റെ കഥാകാരൻ UA ഖാദര്. കേരളത്തിന്റെ എമിലി ബ്രോണ്ടി രാജലക്ഷ്മി. ശുഭിത യൗവനത്തിന്റെ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ഈ ശുഭിത യൗവനത്തിന്റെ കവി ആരാണ് എന്നുള്ളത് HSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യമാണ് കേട്ടോ. കവിത ചാട്ടവാറാക്കിയ കവി കുഞ്ചൻ നമ്പ്യാരെ. വാഗ്ദേവതയുടെ വീരഭടൻ CV രാമൻപിള്ള. ഓക്കെ, ഈ നോവലിൽ വരുന്ന പല പണ്ഡിതാഭിപ്രായങ്ങളും വിമർശനം എന്നുള്ള ഏരിയയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ആയിരിക്കാം. പക്ഷെ 2 ഏരിയയിൽ നമ്മൾ പഠിക്കേണ്ടതായതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ വിശേഷണങ്ങൾ എഴുത്തുകാരും നോട്ട് ചെയ്യണം. മലയാളത്തിലെ റിച്ചാർഡ്സൺ എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാണ് O ചന്തുമേനോൻ. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 8. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിലൂന്നിയ സാമൂഹിക വീക്ഷണത്തിന്റെ മലയാളം പതിപ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലയാള നോവൽ. ഐപ്രസ് ട്രെയിനിങ് സൊല്യൂഷന്റെ ലളിതം മലയാളം കൃതിപരിചയം സീരീസിലെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു നോവലാണ്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിലൂന്നിയ സാമൂഹിക വീക്ഷണത്തിന്റെ മലയാളം പതിപ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലയാള നോവൽ ഏത്? രമ്യ ആൻസർ ഓപ്ഷൻ A. ബിജു കൽപ്പറ്റ ബാലകൃഷ്ണന്റെ അഭിപ്രായമാണ് ഇത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. രശ്മി, ഐശ്വര്യ, ജോബിൻ, അനു, രേഷ്മ, ദൃശ്യ, വിവിധ, അമൃത എല്ലാവരും ഓപ്ഷൻ A ആണ് പറയുന്നത്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിലൂന്നിയ സാമൂഹിക വീക്ഷണത്തിന്റെ മലയാളം പതിപ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലയാള നോവൽ ഏത്? ആൻസർ പറഞ്ഞ എല്ലാവരും? യെസ്, നിങ്ങൾ പറഞ്ഞ പോലെ ഓപ്ഷൻ A ഇന്ദുലേഖയാണ്. അപ്പൊ ഈ അഭിപ്രായം മുന്നോട്ട് വെച്ചത് ആരാ? ഇന്ദുലേഖയെ മുൻനിർത്തിക്കൊണ്ടുള്ള അഭിപ്രായങ്ങള് എപ്പോഴും സെറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. 2022 നടന്ന ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷകളിൽ പോലും ഇതിന്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 23 നടന്ന പരീക്ഷ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിലൂന്നിയ സാമൂഹിക വീക്ഷണത്തിന്റെ മലയാളം പതിപ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലയാള നോവൽ ഏതാണ്? ഇന്ദുലേഖയാണ്. ഇന്ദുലേഖ ഇത്തരത്തിലുള്ള ഒരു വിശേഷണം നൽകിയത് കൽപ്പറ്റ ബാലകൃഷ്ണനാണ്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിലൂന്നിയ സാമൂഹിക വീക്ഷണത്തിന്റെ മലയാളം പതിപ്പ് എന്ന് ഇന്ദുലേഖ നോവലിനെ വിശേഷിപ്പിച്ചത് കൽപ്പറ്റ ബാലകൃഷ്ണനാണ്. കൽപ്പറ്റ ബാലകൃഷ്ണനാണ് ഈ വിശേഷണം ഇന്ദുലേഖയ്ക്ക് നൽകുന്നത്. അപ്പൊ ഇന്ദുലേഖയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. ചോദ്യം നോക്കിക്കോ. ഇന്ദുലേഖയിലെ ചോദ്യങ്ങളാണ് വരുന്നത്. കേരളത്തിലെ നമ്പൂതിരി നായർ ബാന്ധവത്തിന്റെ ശവക്കുഴി തോണ്ടിയത് ഇന്ദുലേഖയാണ് എന്ന് അഭിപ്രായപ്പെടുന്നത് ആരാണ്? കേരളത്തിലെ നമ്പൂതിരി നായർ ബാന്ധവത്തിന്റെ ശവക്കുഴി തോണ്ടിയത് ഇന്ദുലേഖയാണ്. ബിജു PK ബാലകൃഷ്ണൻ പറയുന്നുണ്ട്. ജാസിദ ഓപ്ഷൻ B. ഐശ്വര്യ, അനു, ദീപിക, രസിത, വിധു, ഫെമിന എല്ലാവരും ഓപ്ഷൻ B PK ബാലകൃഷ്ണനാണ് പറയുന്നത്. അറിയാത്തവരാരെങ്കിലും ഉണ്ട്? ചിങ്ങെ, ഗസിയ,
കുഴപ്പമില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇന്ദുലേഖ. ഇന്ദുലേഖ കൃതി പരിചയം സീരീസിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള കൃതിയായിരുന്നു ഇന്ദുലേഖ. കേരളത്തിലെ നമ്പൂതിരി നായർ ബാന്ധവത്തിന്റെ ശവക്കുഴി തോണ്ടിയത് ഇന്ദുലേഖയാണ്. ആരുടെ നിരീക്ഷണം? ആരുടെ നിരീക്ഷണമാണ്? PK ബാലകൃഷ്ണന്റെ നിരീക്ഷണമാണ്. ഏത് കൃതിയിലൂടെയാണ് അദ്ദേഹം ഇത്തരത്തിൽ പറഞ്ഞത്? കേരളത്തിലെ നമ്പൂതിരി നായർ ബാന്ധവത്തിന്റെ ശവക്കുഴി തോണ്ടിയ കൃതിയായിട്ട് PK ബാലകൃഷ്ണൻ വിലയിരുത്തുന്നത് ഇന്ദുലേഖയെയാണ്. ഏത് കൃതിയിലൂടെയാണ് അദ്ദേഹം ഈ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത് എന്നറിയാമോ? അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെടുന്ന അദ്ദേഹത്തിന്റെ പഠന ഗ്രന്ഥത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? ചന്തുമേനോൻ ഒരു പഠനം. വെരി ഗുഡ് ജാസിദ. ചന്തുമേനോൻ ഒരു പഠനം. ചന്തുമേനോൻ ഒരു പഠനം PK ബാലകൃഷ്ണൻ. ചന്തുമേനോൻ ഒരു പഠനം PK ബാലകൃഷ്ണൻ. ഓക്കെ, ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. കഴിഞ്ഞ വിമർശനത്തിന്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണ്. മലയാളത്തിലെ മറക്കാനാവാത്ത സൂര്യവംശ കഥയാണ് ഉമ്മാച്ചു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാ? ഈ ഓപ്ഷനിലെ ആൻസർ ഉണ്ട്. മലയാളത്തിലെ മറക്കാനാവാത്ത സൂര്യവംശ കഥയാണ് ഉമ്മാച്ചു, ഉറൂബിന്റെ ഉമ്മാച്ചു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാ? ആരാണത് അഭിപ്രായപ്പെടുന്നത്? ആരാണ് ഇത്തരത്തിൽ അഭിപ്രായപ്പെടുന്നത്? യെസ്, KM തരകനാണ് അഭിപ്രായപ്പെടുന്നത്. മലയാളത്തിലെ മറക്കാനാവാത്ത സൂര്യവംശ കഥയാണ് ഉമ്മാച്ചു എന്ന് അഭിപ്രായപ്പെടുന്നത് KM തരകനാണ്. KM തരകനാണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ദുലേഖ തന്നെ ശരണം. ഇന്ദുലേഖയിലെ 18-ാം അധ്യായത്തെ കഥാപ്രവാഹത്തെ പ്രതിരോധിക്കുന്ന ശിലാഖണ്ഡം എന്ന് വിശേഷിപ്പിച്ചത്? എത്ര ഓട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണെന്ന് അറിയത്? R നാരായണ പണിക്കർ, M അച്യുതൻ, MM ബഷീർ, MP പോൾ. പറഞ്ഞേ. ഇന്ദുലേഖയിലെ 18-ാം അധ്യായത്തെ കഥാപ്രവാഹത്തെ പ്രതിരോധിക്കുന്ന ശിലാഖണ്ഡം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരാണ്? ആരാണ് ഇത്തരത്തിലുള്ള ഒരു വിശേഷണം നൽകുന്നത്? എല്ലാവരും ഓപ്ഷൻ ഡി MP പോൾ ആണ് പറയുന്നത്. ആണോ? MP പോൾ ആണോ? യെസ്, MP പോൾ തന്നെയാണ് ശരിയായിട്ടുള്ള ഉത്തരം. മലയാളത്തിലെ ഇന്ദുലേഖ എന്നുള്ള നോവലിലെ 18-ാം അധ്യായം കഥാപ്രവാഹത്തെ പ്രതിരോധിക്കുന്ന ശിലാഖണ്ഡമാണ് എന്ന് അഭിപ്രായപ്പെടുന്നത് MP പോൾ ആണ്. അപ്പൊ മറ്റൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇന്ദുലേഖയിലെ 18-ാം അധ്യായത്തെ നവോത്ഥാനപരമായ കാഴ്ചപ്പാടിന്റെ നേരിട്ടുള്ള ചർച്ച എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ദുലേഖയിലെ 18-ാം അധ്യായത്തെ നവോത്ഥാനപരമായ കാഴ്ചപ്പാടിന്റെ നേരിട്ടുള്ള ചർച്ച എന്ന് വിശേഷിപ്പിച്ചതാണ്. ചോദ്യം കമന്റ് ബോക്സിൽ എടുക്കുന്നുണ്ട്. ആരാണ് ഇത്തരത്തിലുള്ള ഒരു വിശേഷണം നടത്തുന്നത്? യെസ്, PK ബാലകൃഷ്ണനാണ്. ചന്തുമേനോൻ ഒരു പഠനം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര്. ഇന്ദുലേഖയിലെ 18-ാം അധ്യായത്തെ കഥാപ്രവാഹത്തെ പ്രതിരോധിക്കുന്ന ശിലാഖണ്ഡം എന്ന് വിശേഷിപ്പിച്ചത് MP പോൾ ആണ്. ഇന്ദുലേഖയിലെ 18-ാം അധ്യായത്തെ നവോത്ഥാനപരമായ കാഴ്ചപ്പാടിന്റെ നേരിട്ടുള്ള ചർച്ച എന്ന് വിശേഷിപ്പിച്ചത് PK ബാലകൃഷ്ണനാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 11-ാമത്തെ ചോദ്യം. ചോദ്യം എഡിറ്റ് ചെയ്തിട്ടില്ല. മലയാള സ്ത്രീയെ മദാമവേഷം കെട്ടിച്ചതാണ് ചന്തുമേനോന്റെ ഇന്ദുലേഖ. മലയാള സ്ത്രീയെ മദാമവേഷം കെട്ടിച്ചതാണ് ചന്തുമേനോന്റെ ഇന്ദുലേഖ. ആരുടെ അഭിപ്രായം? എത്രയോ വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാമോ? മലയാള സ്ത്രീയെ മദാമവേഷം കെട്ടിച്ചതാണ് ചന്തുമേനോന്റെ ഇന്ദുലേഖ എന്ന് അഭിപ്രായപ്പെടുന്നത് CP അച്യുതമേനോനാണ്. CP അച്യുതമേനോനാണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നത്. മലയാള സ്ത്രീയെ മദാമവേഷം കെട്ടിച്ചതാണ് ചന്തുമേനോന്റെ ഇന്ദുലേഖ എന്ന് അഭിപ്രായപ്പെടുന്നത് CP അച്യുതമേനോനാണ്. CP അച്യുതമേനോൻ. സാക്ഷാൽ മാളികപ്പുറത്തമ്മയാണ് ഇന്ദുലേഖ എന്ന് അഭിപ്രായപ്പെടുന്നത് ആരാ? ചോദ്യം ശ്രദ്ധിക്കുക. സാക്ഷാൽ മാളികപ്പുറത്തമ്മയാണ് ഇന്ദുലേഖ എന്ന് അഭിപ്രായപ്പെടുന്നത് ആരാണ്? ഫുൾ നെയിം ഒന്ന് പറയണേ. M എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. M എന്ന് പറയുമ്പോ MP പോൾ നടക്കാൻ വരും അവിടെ.
സാക്ഷാൽ മാളികപ്പുറത്തമ്മയാണ് ഇന്ദുലേഖ എന്ന് അഭിപ്രായപ്പെടുന്നത്. യെസ്, വെരി ഗുഡ്. എം അച്യുതനാണ് അഭിപ്രായപ്പെടുന്നത്. സാക്ഷാൽ മാളികപ്പുറത്തമ്മയാണ് ഇന്ദുലേഖ എന്ന് അഭിപ്രായപ്പെടുന്നത് എം അച്യുതനാണ്. ഓക്കെ. സൂര്യ നമ്പൂതിരിപ്പാട് ഒരു കഥാപാത്രമാണ് എന്നതിനേക്കാൾ ഏറെ കാരിക്കേച്ചർ ആണ്. സൂര്യ നമ്പൂതിരിപ്പാട് ഒരു കാരിക്കേച്ചർ ആണ് എന്ന് അഭിപ്രായപ്പെടുന്നത് ആരാ? അതും എം അച്യുതനാണ്. എം അച്യുതന്റെ പ്രധാനപ്പെട്ട 2 അഭിപ്രായങ്ങൾ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് നോട്ട് ചെയ്യണം. സാക്ഷാൽ മാളികപ്പുറത്തമ്മയാണ് ഇന്ദുലേഖ എന്ന് അഭിപ്രായപ്പെടുന്നത് എം അച്യുതനാണ്. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമ്പൂതിരിപ്പാട് ഒരു കഥാപാത്രമാണ് എന്നതിനേക്കാൾ ഏറെ കാരിക്കേച്ചർ ആണ് എന്ന് അഭിപ്രായപ്പെടുന്നത് എം അച്യുതനാണ്. മലയാള സ്ത്രീയെ മധാമവേഷം കെട്ടിച്ചതാണ് ചന്തുമേനോന്റെ ഇന്ദുലേഖ എന്ന് അഭിപ്രായപ്പെട്ടത് CP അച്യുതമേനോനാണ്. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ? ആർക്കെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കാന്ന് വെച്ചെങ്കിൽ ലളിത മലയാളം ടെലഗ്രാം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോ കൃതി പരിചയം ഒന്നെടുത്ത് നോക്കിയാൽ മതി. അതാ അടുത്ത ചോദ്യം. ഇന്ദുലേഖ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ഇന്ദുലേഖ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ഇന്ദുലേഖ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഡ്യൂമർഗ്, GS അയ്യർ, RE ആഷർ, K ജയകുമാർ. ഇന്ദുലേഖ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ഇന്ദുലേഖ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ചോദ്യം വന്നിട്ടുണ്ട്. ഇംഗ്ലീഷിലേക്ക് വിവർത്തനം പോയിട്ടുള്ള കൃതികൾ നോട്ട് ചെയ്യണം. ഞാനത് വിട്ടുപോയതാണ്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടേ. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട്. ആരാണ്? ഡ്യൂമർഗ് ആണ്. ഇന്ദുലേഖ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഡ്യൂമർഗ് ആണ്. ഓക്കെ. അപ്പൊ ഒരു ചോദ്യം കൂടി നോക്കിക്കോ. ഡ്യൂമർഗിനെ കൂടാതെ ഇന്ദുലേഖ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരൊക്കെയാ? ഡ്യൂമർഗിനെ കൂടാതെ ഇന്ദുലേഖ പരിഭാഷപ്പെടുത്തിയത് ആരൊക്കെ? ഒരാള് ഡ്യൂമർഗ് ആണ്. ബാക്കി? യെസ്, R ലീലാദേവി. അടുത്ത ആളുടെ പേര് എഴുതിക്കോ. R ലീലാദേവി. R ലീലാദേവി. ഇന്ദുലേഖ നോവല് F ഡ്യൂമർഗ്. F ഡ്യൂമർഗ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. F ഡ്യൂമർഗ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു പരിഭാഷ നടത്തിയത് R ലീലാദേവിയാണ്. മറ്റൊന്ന് അനിത ദേവസ്യാണ്. അനിത ദേവസ്യ. ഇന്ദുലേഖയുടെ ഇംഗ്ലീഷ് പരിഭാഷകളാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും ഡ്യൂമർഗിന്റെ പേര് മാത്രം നോക്കിയിരിക്കും. പക്ഷെ പുതിയ എക്സാം പാറ്റേൺ അനുസരിച്ച് ഡ്യൂമർഗിനെ മാത്രം പഠിച്ചാൽ പോരാ, ബാക്കിയുള്ളവരെ കൂടി നമ്മൾ പഠിക്കണം. ഡ്യൂമർഗ്, R ലീലാദേവി, അനിത ദേവസ്യ. ക്ലിയർ അല്ലേ? അനിത ദേവസ്യ എന്നിവരാണ് ഇംഗ്ലീഷിലേക്ക് ഇന്ദുലേഖ പരിഭാഷപ്പെടുത്തിയത്. ഓക്കെ. അപ്പോ ഇന്ദുലേഖയുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്താ? വർഷം ഏതാ? ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ച വർഷം. ഇന്ദുലേഖയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ച വർഷം 1889 ഡിസംബറിലാണ്. O ചന്തുമേനോന്റെ, മലയാളത്തിലെ റിച്ചാർഡ്സൺ എന്നറിയപ്പെടുന്ന O ചന്തുമേനോന്റെ ഇന്ദുലേഖ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് 1889 ഇന്ദുലേഖയ്ക്ക് പ്രചോദനം നൽകിയിട്ടുള്ള നോവലുകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? ഇന്ദുലേഖയ്ക്ക് പ്രചോദനം നൽകിയിട്ടുള്ള പാശ്ചാത്യ നോവലുകൾ. യെസ്, വെരി ഗുഡ് ജാസിദ. ഇന്ദുലേഖയുടെ പ്രചോദനം നൽകിയിട്ടുള്ള നോവലുകൾ ഏതൊക്കെയാണ്? ഒന്ന് ബീക്കൺ ഫീൽഡിന്റെ ഹെൻറിറ്റ ടെമ്പിൾ ആണ്. മറ്റൊന്ന് ജെയിൻ ഓസ്റ്റിന്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡീസ്. ഇന്ദുലേഖയ്ക്ക് പ്രചോദനം നൽകിയ നോവലുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഹെൻറിയേറ്റ ടെമ്പിളും പ്രൈഡ് ആൻഡ് പ്രെജുഡീസും ആണ് 2 നോവലുകള്. നോട്ട് ചെയ്യുക, ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ദുലേഖയ്ക്ക് പ്രചോദനം നൽകിയ നോവലുകള് ബീക്കൺസ്ഫീൽഡിന്റെ ഹെൻറിറ്റ ടെമ്പിള്,
ജെയിൻ ഓസ്റ്റിന്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് എന്നിങ്ങനെയുള്ള 2 നോവലുകളെ മുൻനിർത്തിക്കൊണ്ടാണ്, പ്രചോദനം നൽകിക്കൊണ്ടാണ് ഒ ചന്തുമേനോൻ ഇന്ദുലേഖ രചിക്കുന്നത്. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാ? ഇന്ദുലേഖയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങള് ഇന്ദുലേഖയും മാധവനും, പിന്നെ പഞ്ചുമേനോൻ, സൂര്യ നമ്പൂതിരിപ്പാട് എന്നിവരൊക്കെയാണ് പ്രധാനപ്പെട്ട, ചിന്നൻ എന്നിവരൊക്കെയാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഇന്ദുലേഖയിലെ 18-ാം അധ്യായത്തിൽ എന്തിനെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ് നടക്കുന്നത്? ഇന്ദുലേഖയിലെ 18-ാം അധ്യായത്തിലെ എന്തിനെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ് നടക്കുന്നത്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ് നടക്കുന്നത്. ഓക്കെ, ഇനി യൂറോപ്യൻ നാച്ചുറലിസത്തിന്റെ താവഴിയിൽ പിറന്ന നോവലാണ് ഇന്ദുലേഖ എന്ന് അഭിപ്രായപ്പെടുന്നത് ആരാ? യൂറോപ്യൻ നാച്ചുറലിസത്തിന്റെ താവഴിയിൽ പിറന്ന നോവലാണ് ഇന്ദുലേഖ എന്ന് അഭിപ്രായപ്പെടുന്നത് ആരാണെന്ന് അറിയാമോ? കൂട്ടിച്ചേർക്കാനുള്ള പോയിന്റുകളാണ് പറയുന്നത്. യൂറോപ്യൻ നാച്ചുറലിസത്തിന്റെ താവഴിയിൽ പിറന്ന നോവലാണ് ഇന്ദുലേഖ എന്ന് അഭിപ്രായപ്പെടുന്നത് അറിയോ? കൽപ്പറ്റ ബാലകൃഷ്ണനാണ് കേട്ടോ. യൂറോപ്യൻ നാച്ചുറലിസത്തിന്റെ താവഴിയിൽ പിറന്ന നോവലാണ് ഇന്ദുലേഖ എന്ന് അഭിപ്രായപ്പെടുന്നത് കൽപ്പറ്റ ബാലകൃഷ്ണനാണ്. ഓക്കെ, അപ്പൊ 12 ചോദ്യത്തിൽ നമ്മൾ ഇന്നിവിടെ നിർത്തുകയാണ്. ഇന്ദുലേഖ വരെ ആയിട്ടുള്ളൂ. ഇനി ശാരദ തുടങ്ങിയ നോവലുകളും ശാരദ പൂർത്തീകരിച്ചവരും CV രാമൻപിള്ളയെയും അടുത്ത ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ പാറ്റേൺ ഒന്നും മാറ്റേണ്ടതില്ല എന്ന് കരുതുന്നു. പുതിയ കുറച്ച് പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് വെച്ചെങ്കിൽ കൂട്ടിച്ചേർത്ത് വെച്ച് പഴയതിനോട് ചേർത്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു ലേണേഴ്സ്.